നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല. ആന്ധ്ര, കേരള, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പരിശോധന ശക്തമാണെന്നും സുരേഷ് ഗോപി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയോടെ BJP. പാലക്കാട് നഗരസഭയിൽ തുടർ ഭരണം ഉറപ്പെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ഇക്കുറി കൂടുതൽ ഭൂരിപക്ഷത്തോടെ നഗരം ഭരിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ. വാണിയംകുളത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴി മൊബൈൽ ഫോൺ വാങ്ങി ലോൺ തുക തിരികെ അടയ്ക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് മർദ്ദനമേറ്റതായി പരാതി. പനിയൂർ സ്വദേശിയായ യുവാവിന്റെ താടിയെല്ലിനും തലയോട്ടിക്കും പരിക്കേറ്റു. പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. അത്യന്തം ദൗർഭാഗ്യകരമാണ് ഡൽഹി സ്ഫോടനമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരു മാസത്തിനിടെ ഇത്തരത്തിലുള്ള 8 ശ്രമങ്ങളാണ് തകർത്തത്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഓടിവന്ന വാഹനത്തിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. നിരവധി പേർ പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട്. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. അന്വേഷണത്തിന്റെ വഴിയെ ഫലവത്തായ റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട്. ആന്ധ്ര, കേരള, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ പരിശോധന നടത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് കഴിഞ്ഞ 30 ദിവസത്തിനകം 8 രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ 8 തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത്. ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് 4 വണ്ടികൾക്കും അപകടം സംഭവിച്ചു. ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് 9 പേരാണ് മരിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ വഴിയെ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും. അത് മാത്രമേ തൽക്കാലം പറയാൻ സാധിക്കുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരസഭയിൽ തുടർ ഭരണമുണ്ടാകുമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. 2 ദിവസത്തിനകം പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പാലക്കാട് നഗരസഭ ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷത്തോടെയായിരിക്കും BJP ഭരിക്കുകയെന്ന് C. കൃഷ്ണകുമാർ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. നഗരസഭയിൽ തുടർഭരണമുണ്ടാകും. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മാത്രമല്ല പടിഞ്ഞാറൻ മേഖലയിലും ഇക്കുറി BJP തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചടക്കും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നും 90% സ്ഥാനാർത്ഥികളെയും NDA നിശ്ചയിച്ചു കഴിഞ്ഞെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. നഗരസഭ തുടർഭരണമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് ജില്ലയിൽ ഇന്നേ വരെ കാണാത്ത തരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് ജില്ലയിൽ വളരെ കരുത്തുള്ള ഒരു സഖ്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പാലക്കാട് നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ BJP അധികാരം നിലനിർത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പറഞ്ഞു. ഇക്കുറി മത്സരത്തിനില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടുണ്ട്. ചുറുചുറുക്കുള്ള യുവാക്കൾ മത്സരരംഗത്തേക്ക് കടന്നുവരണമെന്നാണ് അഭിപ്രായമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും. ഞങ്ങൾ 24 സീറ്റ് 2015 നേടി, 2020 28 സീറ്റ് നേടി. ഇത്തവണ ആ 28 ഞങ്ങൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കും. വളരെ മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ പാലക്കാട് നഗരസഭ BJP ഭരിക്കുക. ഞാൻ പാർട്ടിയുടെ എന്റെ വ്യക്തിപരമായിട്ട് സംസ്ഥാന അധ്യക്ഷനോടും ജില്ലാ അധ്യക്ഷനോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2015 തന്നെ എന്റെ അന്ന് BJP പാലക്കാട് ആദ്യമായിട്ട് ഭരണത്തിലെത്തിക്കുക എന്നായിരുന്നു. അത് ആ ലക്ഷ്യം ഞാൻ നേടി. അത് പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സര രംഗത്തില്ല എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ അധ്യക്ഷനെയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴി ഐഫോൺ വാങ്ങി ലോൺ തുക തിരികെ അടയ്ക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് മർദ്ദനമേറ്റു.
വാണിയംകുളം പനയൂർ സ്വദേശിയായ യുവാവിന്റെ താടിയലിനും തലയോട്ടിക്കുമാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബജാജ് ഫിനാൻസിൽ നിന്ന് ലോണെടുത്ത് ഐഫോൺ വാങ്ങിയ ശേഷം തുടർച്ചയായി തിരിച്ചടവ് തുക മുടങ്ങിയതോടെയാണ് വാണിയംകുളം പനയൂർ നെടുങ്കണ്ടം വീട്ടിൽ 26 വയസ്സുള്ള ഷെരീഫിനെ തേടി ജീവനക്കാരനായ വാണിയംകുളം സ്വദേശി 26 വയസ്സുള്ള അനൂപ് വീട്ടിലെത്തിയത്. ഈ സമയം ഷെരീഫിൻ്റെ മാതാവ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഷെരീഫ് വാങ്ങിയ മൊബൈൽ ഫോണിൻ്റെ ലോൺ തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടെന്നും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നും അനൂപ് മാതാവിനെ ബോധിപ്പിച്ചു. വിളിച്ചാൽ കിട്ടാവുന്ന ഒരു നമ്പർ വേണമെന്ന് പിന്നീട് അനൂപ് ആവശ്യപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ ഫോൺ നമ്പർ വാങ്ങി അടുത്ത ദിവസം അടയ്ക്കാമെന്ന ഉറപ്പിന്മേൽ ജീവനക്കാരനായ അനൂപ് മടങ്ങുകയായിരുന്നു. മാതാവ് മാത്രമുള്ളപ്പോൾ എന്തിനാണ് വീട്ടിൽ വന്നതെന്നും മാതാവിൻ്റെ നമ്പർ എന്തിനാണ് വാങ്ങിയതെന്നും ചോദിച്ച് ഷെരീഫും അനൂപും തമ്മിൽ ഫോണിലൂടെ പലതവണ വാക്കുതർക്കമുണ്ടായതായും പരസ്പരം അസഭ്യം വിളിച്ചതായും പോലീസ് പറയുന്നു. സംഭവങ്ങൾക്ക് പിന്നാലെ ഞായറാഴ്ച രാത്രി 11 മണിയോടെ വാണിയംകുളത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ഷെരീഫ് ജീവനക്കാരനായ അനൂപിനെ വാണിയംകുളത്തേക്ക് വിളിച്ചു വരുത്തിയതായും തുടർന്ന് വാക്കുതർക്കം ഉണ്ടായതായും അനൂപ് ഷെരീഫിനെ കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചതായും പോലീസ് പറയുന്നു. അടിയുടെ ആഘാതത്തിൽ ഷെരീഫ് നിലത്ത് വീഴുകയും തലയോട്ടിക്കും താടിയലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ഷെരീഫിനെ മർദ്ദിച്ചവർ തന്നെയാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഷെരീഫിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവ് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശ്രീനാരായണപുരത്തെ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചു. പേഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരതകൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. പേഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനീഷ് എന്ന രക്ഷിതാവാണ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ധനീഷിൻ്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിന് പിറകിലെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് 3:30 സ്കൂളിൻ്റെ ഓഫീസിൽ എത്തിയ ധനീഷ് ഭരത് കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ധനീഷിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ധനീഷ് കൊലപാതക കേസിൽ പ്രതിയും സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ കോൺഗ്രസ് കുടുംബസംഗമം നടത്തി. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂരിൽ കോൺഗ്രസ് 2ാം വാർഡംഗം ഹുസൈൻ ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് അധികാരം ലഭ്യമാവാൻ സാധ്യമായ കാര്യമായി പരസ്യ നിസ്സാര കാര്യങ്ങൾ കൊണ്ടാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ ദീർഘകാലം പഞ്ചായത്ത് ഭരിച്ച ഒരു മുന്നണി, ഒരു പാർട്ടി ഈ നാടിൽ എന്തൊക്കെ വികസന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി, ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി, ആധുനിക ശുശ്രൂഷ രംഗത്ത് മെച്ചപ്പെട്ട സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹുസൈൻ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, AVM ബഷീർ, മോഹൻദാസ്, നൂർജഹാൻ, പഞ്ചായത്ത് അംഗം സുനിത എന്നിവർ പ്രസംഗിച്ചു. 2ാം വാർഡിലെ 200ഓളം പേർ പങ്കെടുത്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, CDS, ADS, മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഫ്താബിന്റെ തളരാത്ത മനസ്സിനെ തേടിയെത്തിയത് ഉജ്ജ്വല ബാല്യം പുരസ്കാരം. വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തിന്റെ കൈക്കരുത്തുമായി മുന്നേറിയ അഫ്താബിനിത് അർഹിക്കുന്ന അംഗീകാരമാണ്. ശരീരത്തെ തളർത്താൻ ശ്രമിക്കുന്ന സെറിബ്രൽ പാൾസി എന്ന രോഗത്തെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട കഥയാണ് തൃശൂർ സ്വദേശി അഫ്താബിൻ്റേത്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നൽകുന്നത്. സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് അഫ്താബ് തൻ്റെ വരവറിയിച്ചത്. SSK കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ മുഖേനയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പിന്നീട് തായ്ലൻഡിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിംസിലും സ്വർണം കരസ്ഥമാക്കി. ഈ വർഷം മധ്യപ്രദേശിൽ നടന്ന പാരാ ഒളിമ്പിക് മത്സരത്തിൽ ഷോട്ട്പുട്ടിൽ സ്വർണവും ക്ലബ് ത്രോയിൽ വെള്ളിയും നേടി. കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്താബ്
പുതിയ നേട്ടങ്ങളുടെ പാതയിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതില് അപ്പരിട്ടായിരുന്നു റിസോഴ്സ് ചെയ്ത് പറഞ്ഞപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയി പോയി. സന്തോഷമുണ്ട് അല്ലേ? സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ 3 മത്സരങ്ങളില് വിജയിച്ചിട്ടുണ്ട്. ഷോർട്ട് പുട്ടില് ഫസ്റ്റ്, ഇപ്പൊ അടുത്ത് മധ്യപ്രദേശിൽ പോയാണ്. പിന്നെ അന്ന് തായ്ലൻഡില് പോയി ഫസ്റ്റ് കിട്ടി. പിന്നെ ഗുജറാത്തിൽ പോയി ഫസ്റ്റ് കിട്ടി. പിന്നെ ക്ലബ് ത്രോയിൽ തന്നെ മധ്യപ്രദേശിൽ സെക്കൻഡ് കിട്ടി. കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് സ്വദേശി അബ്ദുൽ വഹാബിൻ്റെയും ടൗൺ ഗവൺമെൻറ് LP സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക സമീനയുടെയും മകനാണ് അഫ്താബ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റിന്റെ വിശിഷ്ട വ്യക്തികൾക്കുള്ള KP കേശവമേനോൻ അവാർഡ് മുൻ മന്ത്രി AK ബാലന് സമ്മാനിച്ചു. 25,000 രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് AK ബാലന് സമ്മാനിച്ചത്. 25,000 രൂപയും ഫലകവും കീർത്തിപത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. പുരസ്കാര തുക ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് AK ബാലൻ നൽകി. PP സുമമത MLA അധ്യക്ഷത വഹിച്ചു. ജൂറി ചെയർമാൻ മുണ്ടൂർ സേതുമാധവൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, CPIM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു, MLA മാരായ KD പ്രസന്നൻ, N ഷംസുദ്ദീൻ, മുൻ MLA AV ഗോപിനാഥ്, തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് E രമണി എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രി AK ബാലൻ മറുപടി പ്രസംഗം നടത്തി. മാതൃഭൂമി പാലക്കാട് സീനിയർ സബ് എഡിറ്റർ ബീന ഗോവിന്ദ് KP കേശവമേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കാളികാവ് കുഴൽമന്ദം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി. 2 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. അത് മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വള്ളിക്കോട് പ്രദേശം വരെ പൂർണ്ണമായും കഴിഞ്ഞ വർഷം തന്നെ പണി കഴിഞ്ഞു. പിന്നീട് നമ്മുടെ മണ്ഡലത്തിലൂടെ പറളി പഞ്ചായത്തിലേക്കാണ് കടന്നു വരേണ്ടത്. അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം 5 കോടിയാണ്. അതിനാവശ്യമായി നമ്മുടെ വകുപ്പ് പാസാക്കി പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ആ റോഡിൽ പ്രധാനമായിട്ടും ഒരു പാലം നിർമ്മിക്കാൻ ആവശ്യമുണ്ട്. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷത വഹിച്ചു. 5.5 മീറ്റർ വീതിയിൽ 2.5 കിലോമീറ്ററാണ് റോഡ് നവീകരണം നടക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. NSS പാലക്കാട് താലൂക്ക് തേനൂർ മേഖലാ സമ്മേളനം തേനൂരിൽ നടന്നു. മണ്ണാർക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ കല്ലടിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ പറഞ്ഞു, സാറ് ഇരിക്കുന്നത് ഇടത്തോട്ട് നീങ്ങി, വലതോട്ട് നീങ്ങി, മുന്നോട്ട് നീങ്ങി. ഇന്ന് നായർ സർവീസ് സൊസൈറ്റി ബഹുമാനായ ആദരണീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, നായർ സർവീസ് സൊസൈറ്റി ഇടതോട്ടും മാറിയിട്ടില്ല, വലതോട്ടും മാറിയിട്ടില്ല, നേരിട്ടും മാറിയിട്ടില്ല. ഇന്നും നായർ സർവീസ് സൊസൈറ്റി സമദൂരത്തിന്റെ ചെറുതൂരവും വിശ്വാസികളുടെ കൂടെയാണെന്നുള്ള തീർച്ചയായും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയ ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതോട്ടും മാറിയത് വലതോട്ടും മാറിയത് വരാം. പഴയ കാലത്ത് കരോഗങ്ങളിൽ പോലും മെമ്പർഷിപ്പും യോഗ്യതയും ഇല്ലാതെ നായർ സർവീസിനെ ഒറ്റുകൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയവരാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നായർ സർവീസ് സൊസൈറ്റിയുടെ എതിരെ വർത്തമാനം പറയുന്ന പലരും. പാലക്കാട് താലൂക്ക് യൂണിയന്റെ 70ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവന്നിരുന്ന സദ്ഗമയ മേഖലാ സമ്മേളനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു NSS കരുത്ത് തെളിയിച്ച തേനൂർ മേഖലാ സമ്മേളനം. പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. നായർ സർവീസ് സൊസൈറ്റി സംഘടനാ ശാഖ ഓഫീസ് മാനേജർ B ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P നടരാജൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബേബി ശ്രീകല, യൂണിയൻ ഭാരവാഹികളായ KP രാജഗോപാൽ, R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, R ബാബു സുരേഷ്, C കരുണാകരനുണ്ണി, M ഉണ്ണികൃഷ്ണൻ, T മണികണ്ഠൻ, V രാജ്മോഹൻ, A അജി, ബാലകൃഷ്ണൻ കൂട്ടാല, രമേശ് അല്ലത്, KS അശോക് കുമാർ, രാജേശ്വരി ടീച്ചർ, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, വിജയകുമാരി, വാസുദേവൻ, സിന്ധു രമേശ്, തേനൂർ കരയോഗം സെക്രട്ടറി P ജ്യോതിപ്രകാശ്, ഖജാൻജി P ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ലഭിക്കുന്നതിനായി പ്രയത്നിച്ച NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് സമ്മേളനം
അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹി സ്ഫോടനം ദൗർഭാഗ്യകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല. ആന്ധ്ര, കേരള, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പരിശോധന ശക്തമാണെന്നും സുരേഷ് ഗോപി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയോടെ ബി.ജെ.പി. പാലക്കാട് നഗരസഭയിൽ തുടർ ഭരണം ഉറപ്പെന്ന് ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ഇക്കുറി കൂടുതൽ ഭൂരിപക്ഷത്തോടെ നഗരം ഭരിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ. മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ. വാണിയംകുളത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴി മൊബൈൽ ഫോൺ വാങ്ങി ലോൺ തുക തിരികെ അടയ്ക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിന് മർദ്ദനമേറ്റതായി പരാതി. പനയൂർ സ്വദേശിയായ യുവാവിന്റെ താടിയെല്ലിനും തലയോട്ടിക്കും പരിക്കേറ്റു. പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.